സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്നൊരു വീഡിയോ ഇടാൻ കാരണം നമ്മുടെ മറുനാടൻ ഷാജൻ സ്കറിയയെ പറ്റിയാണ്. കാരണം എനിക്ക് ബലമായ സംശയമുണ്ട്, യഹൂദൻ്റെ ചാരനാണ് ഷാജൻ സ്കറിയ, ഇസ്രയേലിൻ്റെ ചാരനാണോ എന്ന് സംശയമുണ്ട്. കേരള ഗവൺമെൻറ് ആയിരുന്നാലും ശരി, ഇന്ത്യ ഗവൺമെൻറ് ആയാലും ശരി, അവൻ്റെ പേരിൽ അന്വേഷണം നടത്തണം. ഇപ്പോൾ ഇസ്രയേലിലായിരുന്നു കുറച്ച് ദിവസം. അപ്പോൾ എന്ത് ചെറ്റത്തരവും കാണിക്കും. പൈസയ്ക്ക് വേണ്ടി യവന്മാർ ഈ ഷാജൻ സ്കറിയ പോലുള്ള ആൾക്കാർ സ്പൈ വർക്ക് ചെയ്യും, ചാരപ്രവർത്തനം നടത്തും. ഇസ്രയേലിന് വേണ്ടിയും അമേരിക്കയ്ക്ക് വേണ്ടിയും ചെയ്യും. വളരെയധികം ശ്രദ്ധിക്കണം. കാരണം മൊസാദിൻ്റെ ആൾക്കാർ എപ്പോഴും ഇന്ത്യയിലുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ്. അവിടെ നിർബന്ധിതമായ സൈന്യ സേവനമാണ്. പ്രായം ഒരു 18 വയസ്സ് കഴിഞ്ഞവർ നിർബന്ധമായിട്ട് 5 വർഷമെങ്കിലും മിലിറ്ററി സർവീസ് ചെയ്തിരിക്കണം. അത് നിർബന്ധമാണ്. അപ്പോൾ ഈ സർവീസ് ചെയ്തിട്ടാണ് അവർ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിൽ വരുന്നത് തന്നെ അവർ ഏതാണ്? മലമ്പ്രദേശങ്ങൾ, അതായത് സുഖിക്കാനുള്ള ഊട്ടി, കൊടൈക്കനാൽ, ജമ്മു കാശ്മീരിൻ്റെ ഭാഗങ്ങൾ, അങ്ങനെയുള്ള സിംല, ഡാർജിലിംഗ്, ആ ഭാഗങ്ങളിലാണ് കൂടുതലായിട്ട് അവർ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിന് ആദ്യം മനസ്സിലാക്കണം. കാരണം സംഘപരിവാർ ശക്തികളായിരുന്നാലും ശരി, വേറെ ഏത് ഭരണ സംവിധാനങ്ങളാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നതായിരുന്നാലും ശരി, ഇവരുടെ പേരിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. കാരണം ഇവർക്ക് വേണ്ടി ചാരപ്രവർത്തനം ചെയ്യുന്ന കുറേ ആൾക്കാർ സത്യക്രിസ്ത്യാനികളല്ല, കുറേ അച്ചായന്മാരുണ്ട്. അപ്പോൾ ഇവർ സ്പൈ വർക്ക് ചെയ്യും, എന്ത് ചെറ്റത്തരവും ഇവർ കാണിക്കും. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കണം. നമ്മൾ ശ്രദ്ധയോടുകൂടി ഇവരെയൊക്കെ സൂക്ഷിച്ചാലേ കഴിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, അമേരിക്കയുമായിട്ട് നമ്മൾ തെറ്റില്ല. ട്രംപ് നേരത്തെ മോഡിയുടെ ഫ്രണ്ടായിരുന്നു, ഇപ്പോൾ മോഡിയുടെ ദുഷ്മനാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളെ ഫ്രണ്ട് എന്ന് പറയുന്നത് ചൈനയും റഷ്യയുമാണ്. അപ്പോൾ ഇത് പണ്ട് കാലത്തെ പിന്നെ റഷ്യയുമായിട്ട് നമുക്കൊരു എഗ്രിമെൻറ്റും കരാറും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കളഞ്ഞു കുളിച്ചാണ് നമ്മുടെ മോഡി പിന്നെ ട്രംപുമായിട്ട് കമ്പനിയായത്. എന്തായാലും ശരി, അവൻ്റെ എല്ലാം മനസ്സിരിപ്പ് എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ എന്ത് ചെറ്റത്തരവും കാണിക്കും, ഇന്ത്യയിൽ എന്ത് കുഴപ്പമുണ്ടാക്കാനും. ഇപ്പം നമ്മൾ കണ്ടതാണ്, ബംഗ്ലാദേശിൽ അമേരിക്കയാണ് കുഴപ്പമുണ്ടാക്കിയത്. അമേരിക്ക കുഴപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞാൽ അതിൽ സ്പൈ വർക്ക് ചെയ്യുന്ന കംപ്ലീറ്റ് മൊസാദാണ്. അതായത് ഈ യഹൂദന്മാരാണ് ചെയ്യുന്നത്. യഹൂദന്മാരെ കൊണ്ട് ചുടിചോറ് വാരിക്കരുത്, കുരങ്ങനെ കൊണ്ട് ചുടിചോറ് വാരിക്കണം നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ കണ്ടതാണ്, ബംഗ്ലാദേശിൽ ഭരണം അട്ടിമറിച്ചത് ഈ മൊസാദും അമേരിക്കക്കാരുമാണ്. അതുപോലെയാണ് ഇപ്പോൾ നേപ്പാളിൽ ഭരണം അട്ടിമറിക്കുകയാണ്. അവിടുത്തെ പ്രൈം മിനിസ്റ്റർ രാജ്യം വിട്ടോടി എന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും ശരി, അപ്പോൾ ഇതുവരെ അറിയപ്പെടാത്ത വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളാണ് ബംഗ്ലാദേശിൽ കുഴപ്പമുണ്ടാക്കിയത്. അതേ ട്രെൻഡാണ് ഇവിടെ ഇപ്പോൾ നേപ്പാളിൽ നടക്കുന്നത്. അതായത് ഇതുവരെ അറിയപ്പെടാത്ത പുതിയ ജെൻസ് എന്ന് പറഞ്ഞ് ഒരു പുതിയ സംഘടനയാണ് ഈ പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ. എന്തായാലും ശരി, ഇത് വളരെയധികം, അതായത് ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഇഷ്ടമില്ലാത്ത ഭരണകൂടങ്ങളെ അട്ടിമറിക്കുക എന്നുള്ളത് അവർ പണ്ടേ തുടങ്ങി വെച്ചതാണ്. അപ്പോൾ അതിനു വേണ്ടി സ്പൈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാ സ്ഥലത്തും ഉണ്ട്. അപ്പോൾ ഇതിൽപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അവർ ചിലപ്പോൾ ഇപ്പോഴത്തെ ഭരണവർഗത്തെ താങ്ങി ഒരുപാട് വീഡിയോ ഇടും. അവരെന്ത് തെറ്റ് ചെയ്താലും അതിനെ ന്യായീകരിക്കും, അവരെ പുകഴ്ത്തി പറയും. പക്ഷേ അവരുടെ പിന്നിലെന്ന് പറയുന്നത്, അതിൻ്റെ യഥാർത്ഥത്തിൽ അവർ ഈ ഗവൺമെൻറ്റിനും പിന്നെ അവിടുത്തെ ഭരണ സംവിധാനത്തോടും എതിരാണ്. അവർ ചെയ്യുന്ന മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി ചാരപ്രവൃത്തിയാണ് ചെയ്യുന്നത്. അത് എപ്പോഴും ഒരു കണ്ണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ മുകളിലുണ്ടാവണം. അനാവശ്യമായ ആളുകളെ പുകഴ്ത്തുക, അവരുടെ എല്ലാ ചെയ്തികളെയും തെറ്റുകളെയും കുറ്റങ്ങളെയും ന്യായീകരിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയുള്ള ഇവൻ്റെ പിന്നിൽ എന്തോ ഉണ്ട്, എന്തെങ്കിലും ഒരു കുബുദ്ധിയുണ്ട്, പൈസ കിട്ടാൻ. അതായത് പല മാർഗങ്ങളും ഇവർ ചെയ്യും, എന്ത് വേണമെങ്കിലും. ഇപ്പോൾ ഇംഗ്ലണ്ടിലായാലും പോയി വരും, പിന്നെ ഇസ്രായേലിൽ പോയി വരും. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, 10-15 വർഷങ്ങൾക്ക് മുമ്പായിട്ട് UAE കുറച്ച് യൂതന്മാർ വന്നു. അവർ മിലിറ്ററി സർവീസിലുള്ളവരാണ്. അവർ വരുന്നതെന്ന് പറയുന്നത് ഇസ്രയേലി പാസ്പോർട്ടിലല്ല വരുന്നത്, അവർ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളുടെ പാസ്പോർട്ടിലാണ് വരുന്നത്. അപ്പോൾ അവർ ആരുമായിട്ട് കാണുന്നു, കേൾക്കുന്നു എന്നൊന്നും നമുക്കറിയാൻ കഴിയില്ല. അപ്പോൾ അവർ വിദേശ രാജ്യങ്ങളിൽ, പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള പിന്നെ ആൾക്കാരാണെന്ന് വിചാരിക്കും. പക്ഷേ അതെല്ലാം നമ്മൾ കണക്കാക്കണം. അവർ യഥാർത്ഥ ഇസ്രയേലികളാണ്. അവർ ഏത് പാസ്പോർട്ടും ഉണ്ടാക്കും, എവിടെയും പോകും.
അവർക്ക് അതിനുള്ള സൗകര്യങ്ങളും അതും ഇതുമൊക്കെ ഇസ്രായേലി ഗവൺമെൻറ്റും ബാക്കിയുള്ള അമേരിക്കയും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് എപ്പോഴും അവരുടെ നമ്മൾ ശ്രദ്ധിക്കണമെന്നും അവരുടെ പിന്നിലൊരു കണ്ണ് വേണമെന്നും അവരുടെ ബാക്കിൽ നമ്മൾ എപ്പോഴും ഒരു അന്വേഷണത്തിൻ്റെ ഒരു 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 എന്താണ് ഒരു ഹസ്തം അവരുടെ മുന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. സംഘപരിവാർ ശക്തികളൊക്കെ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ രാജ്യത്ത് ഒറ്റുകൊടുക്കുന്ന ഒരു വിഭാഗം നമ്മുടെ ഇന്ത്യയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതെ. യാതൊരു കാരണവശാലും അങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല, സാധാരണക്കാരെ കൊണ്ട് കഴിയില്ല. അതൊക്കെ നമുക്ക് രഹസ്യ പോലീസും നമുക്ക് പിന്നെ ബ്രോയും അതും ഇതുമൊക്കെ രഹസ്യാന്വേഷണ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ രഹസ്യാന്വേഷണ സംവിധാനങ്ങളെ കൊണ്ട് വളരെയധികം ശക്തമായ രീതിയിൽ അന്വേഷണം അവരറിയാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ഈ സമയം നമ്മുടെ ഗവൺമെൻറ്റിനോട്, കേരള ഗവൺമെൻറ്റിനോടായാലും ശരി, കേന്ദ്ര ഗവൺമെൻറ്റിനോടായാലും അഭ്യർത്ഥിക്കാനുള്ളത്. അതുപോലെയാണ് അമേരിക്ക ചെയ്യുന്നെന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വേണ്ടി എന്ത് ചാരപ്പണിയും ചെയ്യുന്നത് മൊസാദാണ്. അപ്പോൾ അവർ ഒന്നിച്ചാണ് എവിടെ പോയാലും ശരി അവരെവിടെ കാണും. ലോകത്തെ ഏത് കുഴപ്പത്തിൻ്റെ ബാക്കിലും ഏത് പിന്നെ ടെററിസ്റ്റ് ഗ്രൂപ്പിൻ്റെ ബാക്കിൽ, അത് മുസ്ലിം ടെററിസ്റ്റ് ഗ്രൂപ്പായാലും ശരി, ക്രിസ്ത്യൻ ടെററിസ്റ്റ് ഗ്രൂപ്പായിരുന്നാലും ശരി, ഹിന്ദു ടെററിസ്റ്റ് ഗ്രൂപ്പായിരുന്നാലും ശരി, എവിടെ പോയി അവർ രണ്ട് സ്ഥലത്ത് മൂട്ടിക്കൊടുത്ത് ആളെ കത്തിക്കും തീ. അപ്പോൾ അവരുടെ പരിപാടി ഇതാണ്: ലോകത്ത് കുഴപ്പമുണ്ടാക്കുക, അതിൽ നിന്ന് മുതലെടുക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്തവർക്ക് അവർ പണി കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ യഹൂദന്മാരെയും ഈ കുറേ അച്ചായന്മാരെയും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവർ അമേരിക്കയ്ക്ക് വേണ്ടിയും യഹൂദന്മാർക്ക് വേണ്ടി ഇസ്രായേലിന് വേണ്ടിയും പണി ചെയ്യും. അതുകൊണ്ട് മോഡി ആയിരുന്നാലും ശരി, കേന്ദ്ര ഗവൺമെൻറ് ആയിരുന്നാലും ശരി, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കേരളത്തിലെ ഗവൺമെൻറ്റും ഈ ഷാജൻ സ്കറിയായെ വളരെയധികം ശ്രദ്ധിക്കണം. അവൻ്റെ പേരിൽ ശക്തമായ അന്വേഷണം നടത്തണം. അവൻ ഒരുപാട് വരുമാന സ്രോതസ്സുകൾ, പണം വരുന്ന സ്രോതസ്സുകളുണ്ട്. പല പരിപാടികളും അവനുണ്ട്. അപ്പോൾ പല സ്ഥലത്ത് ഇംഗ്ലണ്ടിൽ പോകുന്നുണ്ട്, പല സ്ഥലത്ത് പിന്നെ ഇസ്രായേലിൽ ഇപ്പോൾ പുതുതായിട്ട് പോകുന്നുണ്ട്. അവൻ അന്ന് പിന്നെ ഫലസ്തീനിലുള്ള എത്രയോ സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും കൂട്ടക്കൊല ചെയ്ത സ്ഥലമൊന്നും അവൻ സന്ദർശിക്കാൻ സമയം കിട്ടിയില്ല. ഇസ്രേലികൾ കുറച്ച് പേര് 10,000 പേരെങ്ങണ്ട മരിച്ചു, ആ സ്ഥലം പോയി സന്ദർശിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാരെ, മില്യൺ കണക്കിന് ഫലസ്തീനികളെ കൊന്നൊടുക്കിയിട്ടുണ്ടവന്മാർ. ഈ രാജ്യം ആരതായിരുന്നു? അത് നമ്മൾ മനസ്സിലാക്കാത്തത്. അപ്പോൾ ആ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ഹമാസ് എന്ന് പറയുന്നത് പിന്നെ ഒരു സായുധ ഗ്രൂപ്പാണ്. ശരിയാണ്, സായുധ ഗ്രൂപ്പ്. പക്ഷേ അവർ ടെററിസ്റ്റ് അല്ല, അവർ ഭീകരന്മാരൊന്നുമല്ല. അവരവരുടെ രാജ്യത്തിന് വേണ്ടി പടവെടുന്നതാണ്. അത് ഈ ഷാജൻ സ്കറിയായും അവനെ പോലുള്ളവർക്കും ഈ രാജ്യത്തിന് വേണ്ടി പടവെടുന്നവരെ പറ്റി എന്തെങ്കിലും വിവരമുണ്ടോ? ഇന്ത്യക്ക് വേണ്ടി പടവെഴുതിയവന്മാർ ആരെങ്കിലും ഉണ്ടായിരുന്ന? ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ ഒന്നും വലുതായിട്ടൊന്നും പടവെഴുതാൻ പോയിട്ടില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നോക്കി നടക്കുകയായിരുന്നു കുറേ പേര്. അപ്പോൾ സത്യക്രിസ്ത്യാനികൾ പോയിട്ടില്ല. അല്ലാത്തവരെല്ലാം പിന്നെ ഇവരുടെ പിണിയാടികളായിരുന്നു ഇംഗ്ലീഷുകാരുടെ. നിങ്ങൾക്കറിയാം, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലുള്ള അനുബന്ധ സ്ഥാപനങ്ങളും അതുപോലുള്ള ആവശ്യം പോലെ ഏക്കർ കണക്കിന് ഭൂമിയും ഇന്ന് ക്രിസ്ത്യാനികളുടെ കയ്യിലിരിക്കുന്ന എവിടെ നിന്നാണ്? ഇംഗ്ലീഷുകാർ പതിച്ചു കൊടുത്തതാണ്. അപ്പോൾ നന്ദി സൂചകമായിട്ട് അവർ ചെയ്തതാണ്. അപ്പോൾ അവർ ചെരുപ്പ് നക്കി നടന്നു ഇംഗ്ലീഷുകാരുടെ. അതുപോലെയാണ് ഇപ്പോഴും അവർ എന്ത് ചെറ്റത്തരവും കാണിക്കും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കണം, വളരെയധികം സൂക്ഷിക്കണം. ഇന്ത്യ ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ് ആയിരുന്നാലും ഇങ്ങനെയുള്ള ചെറ്റകളെ നമ്മൾ നിലയ്ക്ക് നിർത്തണം. അതിനുവേണ്ടി ശക്തമായ അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് ഇന്ത്യ ഗവൺമെൻറ്റിനോടും കേരളത്തിലെ ഗവൺമെൻറ്റിനോടും പറയാനുള്ളത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. അപ്പോൾ പിണറായി വിജയനെ എടാ വിജയ, പോടാ വിജയ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പിന്നെ സംസാരിക്കുന്നുണ്ട് ഈ ഷാജൻ സ്കറിയ. അപ്പോൾ ഏതായാലും ശരി, എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ശരി, ഷാജൻ സ്കറിയായ നിങ്ങൾ ശക്തമായ ഷാജൻ സ്കറിയയുടെ ബാക്കിൽ നിങ്ങൾ അന്വേഷണം നടത്തണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇവൻ വെറും മീഡിയ പ്രവർത്തനമല്ല നടത്തുന്നത്, അവൻ്റെ പിന്നിൽ വേറെ ശക്തികളുണ്ട് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ. ഇപ്പോൾ അവൻ സംഘപരിവാറിനെ പൊക്കിക്കൊണ്ട് നടക്കുന്നെന്ന് പറഞ്ഞാൽ അവൻ്റെ പേരിൽ സംഘപരിവാറിൻ്റെ ഗവൺമെൻറ്റല്ലേ ഈ ഭരിക്കുന്നത്. അപ്പോൾ ഒരു അന്വേഷണം വരരുത്, അതിനുവേണ്ടി അങ്ങനെ പൊക്കെയാണ്. പക്ഷേ ഇവർ മനസ്സിലൊന്നും പുറത്ത് വേറൊന്നും പ്രകടിപ്പിക്കുന്നവരാണ്. അതുകൊണ്ട് വളരെയധികം ശക്തമായ രീതിയിൽ രഹസ്യാന്വേഷണം നടത്തി സത്യം പുറത്തു കൊണ്ടുവരണമെന്നാണ് എനിക്ക് ഇന്ത്യയിലെ ഭരിക്കുന്ന വർഗത്തോടും കേരള ഗവൺമെൻറ്റിനോടും അഭ്യർത്ഥിക്കാനുള്ളത്. നന്ദി, നമസ്കാരം.